ഒരു ആർട്ടിസ്റ്റ് ഡിസൈനർ എന്നൊക്കെ നിലയിൽ രാഷ്ട്രീയം നേരത്തെ പരിചയമുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് എക്സിബിഷൻ കാണുന്നത്. എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും റാസിയുടെ എക്സിബിഷൻ വരുന്നതെന്ന് തോന്നുന്നു. ടോപ്പിക്കുകൾ നോക്കുകയാണെങ്കിൽ, പ്രമേയങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് വ്യത്യസ്തമായ മോട്ടിഫുകൾ ഉണ്ട്. ഡിജിറ്റൽ പ്രിന്റ് എന്നുള്ള നിലയിൽ നമ്മൾ സാധാരണ ക്യാൻവാസ് പെയിന്റിങ്ങിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഇതിനെ വളരെ വൈവിധ്യം ഉണ്ടാവും. ക്യാൻവാസ് ആകുമ്പോൾ നമുക്കൊരു വലിയ പാനലിൽ വരച്ചിട്ടുണ്ടാക്കാൻ ഒരുപാട് കാലം പിടിക്കും. പക്ഷെ അത്രയും എനിക്ക് തോന്നുന്നു അത്രയും സമയം വേണ്ട ഇതിന്. പക്ഷെ അതേസമയം ഒട്ടേറെ വൈവിധ്യമുള്ള എക്സ്പ്രഷൻ ഇവിടെ സാധ്യമാണ്. പിന്നെ ഇതില് അതേസമയം ഇതിനകത്ത് തന്നെ ഒരു മൂവ്മെന്റും അകത്ത് തന്നെ ഒരു ലാൻഡ്സ്കേപ്പിൻ്റെതായിട്ട് പലതരം സ്വഭാവങ്ങളുണ്ട്. ഇതൊന്നും കൂടാതെ പിന്നെ നല്ല പാറ്റേണുകളുണ്ട്. നമ്മൾ സാധാരണ ഡിജിറ്റൽ ആർട്ടിൽ മാത്രം സാധ്യമാവുന്ന തരത്തിലുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള വളരെ പ്ലസന്റ് ആയിട്ടുള്ള പാറ്റേണുകളുണ്ട്. ഈ പാറ്റേണുകൾ നമുക്ക് പലതരത്തിലും ഇപ്പോൾ നമ്മൾ ഡ്രസ്സിൻ്റെ ആയാലും മറ്റു തരത്തിലുള്ള ഡിസൈനിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള അതിമനോഹരമായിട്ടുള്ള പാറ്റേണുകളുണ്ട്. ഇതിൻ്റെ ഒരു സാധ്യത എനിക്ക് തോന്നുന്നത് ഈ മറ്റു തരം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പെയിന്റിങ് എക്സിബിഷൻ അങ്ങനെയൊക്കെ നിലയ്ക്ക് കാണുന്നു കൂടാണ്ട് മറ്റെല്ലാ തരത്തിലുള്ള നമ്മുടെ ഉപയോഗ വസ്തുക്കൾ ഇപ്പോൾ ഡ്രസ്സിലേക്ക്, വീടുകളുടെ ചുവരുകളിലേക്ക്, പല തരത്തിലേക്ക് നമുക്കിതിനെ ഡെവലപ്പ് ചെയ്യാൻ റാസിക്ക് തന്നെ അറിയാം. റാസി തന്നെ അതിൽ കൂടെയാണ് ഉദ്ദേശിക്കുന്നത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നിത്യ ജീവിതം ഡേ ടു ഡേ ലൈഫിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എപ്പോഴും കാണുന്ന ദൃശ്യങ്ങളിൽ പലതിൽ കൂട്ടത്തിൽ ഇതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതൊക്കെ ഡിജിറ്റൽ ആർട്ടിൻ്റെ ഒരു വലിയ സവിശേഷതയാണ്. ക്യാൻവാസിലോ പഴയ പോലുള്ള ഓയിൽ പെയിന്റിങ്ങിനോ അല്ലെങ്കിൽ വാട്ടർ കളറിനോ ഒക്കെ ലിമിറ്റേഷൻ അത് ഒരു ചിത്രത്തിൽ ഒതുങ്ങി നിൽക്കുന്നു. ഇത് നമുക്ക് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിയുന്നതുകൊണ്ട് ചിത്രകലയും അതുപോലെ തന്നെ ദൃശ്യത്തിൻ്റെ സൗന്ദര്യവും ദൃശ്യത്തിൻ്റെ സങ്കീർണതകളും ദൃശ്യത്തിൻ്റെ ഭീകരതകളും എല്ലാം കൂടി ചേർന്നുകൊണ്ട് നമുക്ക് ഈ കലയെ നിലവിലുള്ള പരമ്പരാഗതമായിട്ടുള്ള രീതികളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ പേഴ്സ്പെക്റ്റീവിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇതിൽ റാസിയുടെ കുറച്ചും കൂടി ഫിലോസഫിക്കലുള്ള പേഴ്സ്പെക്റ്റീവ് ഉള്ള ധാരാളം ചിത്രങ്ങളുണ്ട്. അത് നമുക്ക് ആ ചിത്രം ഒന്ന് അകന്നു നിന്ന് നോക്കുമ്പോൾ കാണാൻ കഴിയും. ഒരു കാര്യത്തെ കാണുന്ന രീതിയിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒന്നുണ്ട്. അത് ഓരോ ചിത്രത്തെക്കുറിച്ചും പ്രത്യേകം പറയേണ്ടി വരും. പ്രകൃതിയെ കാണുമ്പോൾ അതിനൊരു പ്രത്യേക വിഷ്വൽ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ മറ്റു പല കാര്യങ്ങളിലും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് കാണുന്നത്. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. അതുമാത്രമല്ല അത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാടുള്ള ഡിജിറ്റൽ ആർട്ടിസ്റ്റിന് രംഗത്ത് എക്സ്പ്രസ് ചെയ്യുന്ന ആൾക്കാർ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ വളരെ അപൂർവമാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിൽ റാസിയുടെ ചിത്രങ്ങൾ എനിക്ക് തോന്നുന്നു ഒരുപാട് തലങ്ങളിലേക്ക് ഉയരാനും ഒരുപാട് സ്ഥലങ്ങളിലേക്ക് എത്താനും സാധ്യതയുള്ള ഒന്നായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്.